ഓൺ ആൻ ആവറേജ് ഇപ്പം ഞങ്ങളിപ്പോൾ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങിയതേ ഉള്ളൂ. എങ്ങനെ വന്നാലും നിങ്ങൾക്ക് വലിയ നഷ്ടമില്ലാതെ ഒരു 1-2 ലക്ഷം രൂപ ഒരു മാസം ചുമ്മാ ഉണ്ടാക്കാൻ പറ്റും. അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട്, നന്നായി ബ്രീഡ് ചെയ്യാനായിട്ട് ഒരു പാഷനായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ. കാരണം ഒരു ടബ് വെച്ച് ബ്രീഡ് ചെയ്യുന്ന കുട്ടികളെ എനിക്കറിയാം. മാസം 80,000 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് സെയിൽസ് അവർ പോസ്റ്റ് ചെയ്ത്. ഓൺലൈൻ സെയിൽസിൽ എന്ന് പറയുന്നത് ഹോൾസെയിൽ റേറ്റിൻ്റെ ഒരു 4 ഇരട്ടിയാണ് സെയിൽ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയർ ഗപ്പിക്കൊക്കെ 150 മുതൽ 250 വരെ പോകും. ഇവിടെ ഷോപ്പിൽ ചിലപ്പോൾ അത് 100 രൂപയായിരിക്കും, ഹോൾസെയിൽ ഷോപ്പിലാകുമ്പോൾ ചിലപ്പോൾ അത് 80 രൂപയായിരിക്കും. പക്ഷേ അവർക്ക് ആ ഒരു 250 രൂപ എന്ന് വെച്ചാൽ അത് അവരുടെ എഫേർട്ടിൻ്റെയാണ്. അപ്പോൾ 1.5 ലക്ഷം രൂപ വരെ ഉണ്ടാക്കുന്നവർ ചുമ്മാ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ അത് അവർ ചെയ്യുന്ന എഫേർട്ടിൻ്റെ, അവർ ചെയ്യുന്ന ജോലിയുടെ ഫലമാണ്. വെറുതെ അല്ല, മെനക്കെട്ട് അതിനെ ഫീഡ് ചെയ്യണം. ആദ്യത്തെ 15 ദിവസം ഫീഡ് കൃത്യമായി പോയാലേ ഗപ്പിയുടെ കുഞ്ഞിൻ്റെ സൈസ് വരുള്ളൂ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള ഫീഡിങ് ആണെങ്കിലും ആ മീനിൻ്റെ ക്വാളിറ്റിയാണ്. നമ്മൾ അയച്ചു കൊടുത്തിട്ട് ഒരാൾ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നിലനിൽപ്പില്ല. അപ്പം എപ്പോഴും ക്വാളിറ്റിയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ഫിഷിനെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. പക്ഷേ അതിൻ്റെ അകത്ത് നല്ല സക്സസ്ഫുൾ ആകുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സിനെ എനിക്കറിയാം. അതുപോലെ തന്നെ ട്രിവാൻഡ്രം ബേസ്ഡ് ബ്രീഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കേരളത്തിൽ നല്ല ബ്രീഡേഴ്സ് ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ബ്രീഡേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഡേഴ്സിനെ കണ്ടിട്ട് ഇനിയുള്ള കുട്ടികളെങ്കിലും ഇത് മാത്രം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇതിലോട്ട് തന്നെ ഒരു വഴിയുണ്ട്. ഇതിൽ ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ച് പുതിയ വെറൈറ്റീസ് ഗപ്പീസിനെ ആണെങ്കിലും പുതിയ ലൈൻ എടുത്ത് സ്റ്റേബിളാക്കി നല്ലൊരു പുതിയ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. എപ്പോഴും നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെന്നില്ല പുതിയ F1 വെറൈറ്റീസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ ആ സാധ്യതകളെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള നല്ല പ്രൊഫഷണലായിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഇങ്ങനെയുള്ള പാർട്സ് തിരഞ്ഞെടുക്കണം എന്നാണ് ഞാൻ പറയണത്. കാരണം അക്വാകൾച്ചർ ഉണ്ട്, വാട്ടർ കെമിസ്ട്രി ഉണ്ട്, അങ്ങനെ കുറേ ഫീൽഡ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.